ഹലോ ഫ്രണ്ട്സ്, AJ's ഫൺ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പയർ കൃഷിയുടെ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അതായത് ഞങ്ങളിവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. പയറായിട്ട്, ചീരയായിട്ട്, വെണ്ടയായിട്ട്, തക്കാളി, കപ്പ, പിന്നെ എന്താ പറയുന്നത്, പച്ചമുളക്, കാന്താരിമുളക്, അങ്ങനെ പല രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്യും. ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്ക് അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമ്മൾ തന്നെ പോയി പറിച്ച് കൊണ്ടുവന്ന് അത് കറി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കൂടിയൊക്കെ ഇട്ടതാണ് കേട്ടോ ഈ പയറുവേ. വലിയ കാര്യത്തിൽ പയറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വളർന്നൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആയിരുന്നു. പെട്ടെന്നാണ് കാറ്റും മഴയും എല്ലാം വന്നത്. അന്നേരം എന്നാ പറ്റി, പന്തലെല്ലാം അങ്ങ് മറിഞ്ഞു പോയി. അന്നേരം അപ്പയല്ലേ ഉള്ളത്, അപ്പയ്ക്കറിയാം അതെന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അന്നേരം ഏതായാലും പന്തലിങ്ങനെ വീണ് കിടക്കുമല്ലേ, അപ്പോൾ അപ്പ എന്താ ചെയ്യുന്നേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ പിടിക്കാമെന്ന് കരുതിയത്. അപ്പം വലിയൊരു കല്ലാട്ടോ അപ്പോൾ എടുത്തിക്കൊണ്ട് വന്നു. അപ്പയ്ക്കതിനുള്ള ശേഷിയൊന്നും ഇല്ല, എന്നാലും അപ്പം അത് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കാലിൻ്റെ ചൂട്ടിക്കൊണ്ട് വെച്ചിട്ട് എന്നോട് പറഞ്ഞ് നിവർത്തി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇത് നിസ്സാരമാണല്ലോ എന്നൊക്കെ കരുതി ഞാനത് പിടിച്ചപ്പോൾ നല്ല വെയിറ്റായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിവർത്തി കൊടുത്തു. പക്ഷേ അത് ചോടങ്ങ് പറഞ്ഞു പോരുക, നിവർന്ന് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ ഓർത്ത് ഈ കല്ല് കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇത് നിവർന്ന് എടുക്കാൻ പറ്റുന്നേ എന്നൊക്കെ ഓർത്തപ്പോഴാണ് അപ്പുറം ഇപ്പുറം രണ്ട് കുഞ്ഞു കമ്പ് അപ്പം വലിച്ചു കിട്ടിയിരിക്കുന്നത് കണ്ടത്. അതപ്പോൾ വേറൊരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ആ കമ്പ് ഇങ്ങനെ ഇടിച്ച് താഴ്ത്തുന്നതനുസരിച്ച് ഞാൻ പിടിച്ചിരുന്ന ഈ തൂണ് നിവർന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇത് ആദ്യമായിട്ട് കാണും ഇങ്ങനെയൊക്കെ. ഇത് അടിപൊളി സംഭവമാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഇപ്പുറത്തെ കമ്പും കൂടെ പറിച്ച് കൊണ്ടുവന്ന് അതും ഇങ്ങനെ കല്ലുകൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇത് താഴ്ത്തുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലിരുന്ന വെയിറ്റും കുറയുവാണ്. ഈ പന്തലിൻ്റെ കാല് നേരെയൊക്കെ ആയിട്ട് പഴയതുപോലെ തന്നെ ആയി കിട്ടി. അങ്ങനെ ഈ പന്തൽ നിവർത്തി വെക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പന്തലിൽ കുറേ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പയർ പറിച്ചായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പം എടുത്ത കല്ല് തിരിച്ച് അവിടെ കൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം തിരികെ വന്നിട്ട് പയറൊക്കെ പറിച്ചെടുക്കുകയാണ് ഈ കാണുന്നത്. ഞാനും കൂടി ആണ് പയറൊക്കെ പറിക്കുന്നത്. അന്നേരം പയറപ്പോൾ പിരിച്ചാണ് പറിക്കുന്നത്. ചില സമയത്ത് ബ്ലേഡൊക്കെ ഉപയോഗിച്ചിങ്ങനെ ചെത്തിയെടുക്കുന്നത് കാണാം, ചില സമയത്ത് പിരിച്ചിങ്ങനെ പറിക്കുന്നതും കാണാം. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ അങ്ങനെ പറിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചിലപ്പോൾ പറിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകത്തില്ലേ, അതുകൊണ്ടാണ് പിരിച്ച് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ തുടക്കം തൊട്ട് ഇത് വിത്ത് പാകി കിളുത്ത് വന്ന് പന്തലിട്ട് അതിൻ്റെ അകത്ത് നിന്നിങ്ങനെ പയറൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് ഒരു നേരത്തേക്കിനെ കറി വെക്കാനായിട്ടുള്ള പയറൊക്കെ നമുക്ക് നമ്മുടെ പന്തലിൽ നിന്ന് കിട്ടാറുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് പയർ. ഭയങ്കര കാറ്റും മഴയായിരുന്നു, പന്തൽ മുഴുവൻ വീണു പോയി. അത് കാരണം പയറെടുക്കാൻ ഭയങ്കര പണിയാണ്. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പന്തൽ മുഴുവൻ വീണു പോയി. ഭയങ്കര കാറ്റും ഭയങ്കര മഴയായിരുന്നു ഇവിടെ. സാധാരണ ഇവിടം ഒന്നെങ്കിൽ കപ്പ കൃഷി ചെയ്യും, അല്ലെങ്കിൽ പയർ കൃഷി ചെയ്യും. ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാണ് നെൽകൃഷി ചെയ്യുന്നത്. നെൽകൃഷി ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ജോസാജനൊക്കെയാണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വലിയ കൃഷിയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ പയർ മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മാവാണ്, നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പയർ പറിച്ച് തീരാറായിട്ടുണ്ട്. ഇതെന്നാ പറ്റിയതപ്പേ?
അത് കേടാ. ഭയങ്കര കാറ്റല്ലേ, കാറ്റ് വന്ന് മൊത്തം മറിച്ച് കാണാൻ. ഇത് വെണ്ട കൃഷി ചെയ്തിരിക്കുന്ന കേട്ടോ. ഇതുപോലെ പല സ്ഥലത്തായിട്ട് വെണ്ട നട്ടിട്ടുണ്ട്. വെണ്ടയെല്ലാം നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുന്നത്, അപ്പോൾ പറയുന്നത് ഇതുപോലെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കൃഷിയൊക്കെ പോകുവേ. അത് കപ്പ കേട്ടോ നട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം പോകും. പിന്നെ ഇപ്പം പയറെല്ലാം പറിച്ചിന് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. സ്റ്റെപ്പ് കയറാൻ അപ്പയ്ക്ക് ഇച്ചിരി പാടാണ്. പക്ഷേ പിടിച്ച് നമ്മൾ കയറ്റുമൊന്നും വേണ്ട, അപ്പം തന്നെ കയറിക്കോളും. അതിന് അപ്പയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ്ടൊരു കമ്പുണ്ട് എപ്പോഴും കൂടെ. ആ കമ്പ് കുത്തി അങ്ങ് നടക്കും. അപ്പം എന്നോട് പറഞ്ഞ് പയറെങ്ങനെ എന്താ പറയുന്നത്, അപ്പയൊക്കെ പണ്ട് ചെയ്യുന്നത് വാഴയിലയും കൊണ്ട്, വാഴയില ഉണങ്ങിയ നാരില്ലേ അതെടുത്ത് കെട്ടിയൊക്കെയാണ് കൊണ്ടുപോകത്തുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാഴയുടെ നാര് കൊണ്ട് പയർ കെട്ടി കാണിച്ചു തരുവാണേ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.